നമസ്കാരം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും അമേരിക്കൻ സൈന്യം നാടകീയമായി പിടികൂടിയതിനു പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം എന്ത് എന്നാണ് ആഗോള രാഷ്ട്രീയ തലത്തിലും സാമൂഹിക മാധ്യമങ്ങളിലും ചർച്ചയാവുന്നത്. മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി പ്രസിഡന്റിനെയും ഭാര്യയെയും പിടികൂടുക, ഭരണം ഏറ്റെടുക്കുക, എണ്ണ ഉൾപ്പെടെ നിർണായക സമ്പത്തുകൾ കൈയടക്കുക. US ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഓരോ രാജ്യത്തിനും അവരവരുടെ എതിരാളികൾക്ക് മേൽ ഈ രീതി നടപ്പാക്കാമല്ലോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. സമാന ആവശ്യം ഇവിടെ ഇന്ത്യയിലും ഉയർന്നു കഴിഞ്ഞു. മഡുറോ US കണ്ണിൽ കുറ്റവാളിയാണെങ്കിലും അല്ലെങ്കിലും US വെനസ്വേലയിൽ കടന്നു ചെന്ന് അദ്ദേഹത്തെ പിടികൂടാനാകുമോ എന്നാണ് ചോദ്യമുയരുന്നത്. അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ ട്രംപ് ഉടൻ പിടികൂടണമെന്ന ആവശ്യവുമായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും രംഗത്തെത്തി. സ്വേച്ഛാധിപതികളോടും ഏകാധിപതികളോടും US ഇങ്ങനെ നടപടിയെടുക്കാമെങ്കിൽ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് US അറിയാമെന്നും സെലൻസ്കി പറഞ്ഞു. യൂറോപ്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കവെയാണ് സെലൻസ്കി അമേരിക്കയുടെ ഈ നീക്കത്തെ പിന്തുണച്ചത്. ഇതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? എന്തു പറയാൻ കഴിയും? സ്വേച്ഛാധിപതികളെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ അടുത്തത് എന്തു ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്ന് അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. റഷ്യയോ വ്ളാദിമിർ പുടിനെയോ അദ്ദേഹം നേരിട്ട് പരാമർശിച്ചില്ലെങ്കിലും റഷ്യ യുക്രൈനിൽ അധിനിവേശം തുടരുന്ന പശ്ചാത്തലത്തിൽ ആരെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചതെന്ന് വ്യക്തമാണ്. മയക്കുമരുന്ന് കടത്ത് ശൃംഖലയ്ക്ക് നേതൃത്വം നൽകി അമേരിക്കൻ ജനതയെ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന നാർക്കോ ടെററിസം കുറ്റമാണ് മഡുറോയ്ക്കും ഭാര്യയ്ക്കും മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നത്. ടൺ കണക്കിന് കൊക്കൈനും ഫെന്റനൈലും അമേരിക്കയിലേക്ക് കടത്താൻ മഡുറോ ഗൂഢാലോചന നടത്തിയതായി അമേരിക്ക ആരോപിക്കുന്നുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള മഡുറോയെ തിങ്കളാഴ്ച മാൻഹട്ടൻ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് കരുതുന്നത്. മോസ്കോയിൽ പുടിന്റെ വീടിന് ഉന്നമിട്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. പുടിനെതിരായ വധശ്രമം ആരോപിച്ച് സെലൻസ്കിയെ പിടികൂടാൻ റഷ്യയ്ക്ക് ഇതൊരു കാരണമായി കാണണമെന്ന വാദങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. പുടിന് വീടിന് നേരെ നടന്ന ആക്രമണം സെലൻസ്കി നേരിട്ട് പ്ലാൻ ചെയ്തതാണെന്ന ആരോപണങ്ങളുമുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ റഷ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മഡുറോയെ പിടികൂടിയ US നടപടിയെ ശക്തമായി വിമർശിച്ചിട്ടുമുണ്ട്. മഡുറോയെയും ഭാര്യയും US ഉടൻ വിട്ടയക്കണമെന്ന ആവശ്യം റഷ്യ ഉന്നയിച്ചിട്ടുണ്ട്. യുക്രൈൻ US നിലപാടിനൊപ്പം നിന്ന് വെനസ്വേലയെ എതിർക്കുന്ന രാജ്യമാണ്. റഷ്യയാകട്ടെ വെനസ്വേലയ്ക്കും മഡുറോയ്ക്കും സുഹൃത്തുമാണ്. മഡുറോയെ പിടികൂടിയ നടപടി ആയുധാക്രമണം എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. അതേസമയം ട്രംപിന് വെനസ്വേലയിൽ കടന്നു ചെന്ന് മഡുറോയെ പിടിക്കാമെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്ക് കടന്നു ചെല്ലാമെന്ന് AIMIAM നേതാവ് അസവുദ്ദീൻ ഒവൈസി അഭിപ്രായപ്പെട്ടു. മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരർ പാകിസ്ഥാനിൽ കഴിയുകയാണ്. പാക് മണ്ണിലേക്ക് കടന്നു കയറിയവരെ പിടികൂടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒവൈസി ആവശ്യപ്പെട്ടു. സൗദി അറേബ്യ യമനിൽ നടത്തിയ ആക്രമണവും ഒവൈസി ചൂണ്ടിക്കാട്ടി. അതേസമയം അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ചൈന. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്നും ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരായ നഗ്നമായ ബലപ്രയോഗമാണെന്നും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വിമർശിച്ചു. അമേരിക്കയുടെ നടപടിയെ ശക്തമായി അപലപിച്ച ചൈന അമേരിക്കയുടെ അധിനിവേശം ലാറ്റിൻ അമേരിക്കയുടെയും കരീബിയൻ പ്രദേശങ്ങളിലെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും വിമർശിച്ചു.